ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇന്നൊരു ഗീ റൈസ് വെച്ചാലോ? വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഗീ റൈസാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കൈമ അരിയാണ് കേട്ടോ. കൈമ അരി നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. ഗീ റൈസും ബിരിയാണിക്കും ഒക്കെ ബെസ്റ്റാണ് കൈമ അരി. അപ്പോൾ ഞാനൊരു 2.5 ഗ്ലാസ് കൈമ അരി എടുത്ത് നന്നായിട്ടൊരു 15 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം കഴുകി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ചെറിയ അരിയാണ്, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ കഴുകി വാരി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് സവോള, ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ചെറിയ ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇത്രയും വലുപ്പത്തിൽ അരിഞ്ഞതെന്ന്. അപ്പോൾ ഇത്രയും വലുപ്പത്തിൽ അരിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ചോറിനകത്ത് ക്യാരറ്റ് കിടക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും വലുതായിട്ട് അരിയുന്നത്. എല്ലാവരും ഇത്രയും വലുതായിട്ടൊന്നും അരിയത്തില്ല. ഞാനിത് കണ്ടോ, ഇത്രയും വലുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി മല്ലിച്ചപ്പും പുതിനായും മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അതുപോലെ തന്നെ 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് സ്പൈസസ് ആണ്. തക്കോലപ്പൂവ്, 2 ഗ്രാമ്പ്, ബേ ലീഫ്, പട്ട, ഒരു 3 ഏലക്ക ഇടിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ വേണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെള്ളം വേണം, നെയ്യ്, ഉപ്പ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഇതിനി നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അടിപൊളി ടേസ്റ്റുള്ളൊരു നല്ലൊരു ഗീ റൈസ് തന്നെയാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഗീ റൈസാണ്. പിന്നെ നമുക്ക് ചോറ് ഒട്ടിപ്പോകാതിരിക്കാനായിട്ട് ഒരു നാരങ്ങയുടെ കുറച്ച് നീരും കൂടെ വേണം കേട്ടോ. അപ്പം നമുക്കത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാൻ കുക്കറിലാണിത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കതിലേക്ക് പട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ബേ ലീഫ് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണക്കിയെടുത്തതാണ്. അപ്പോൾ ഈ സ്പൈസസൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. സവാള ചേർത്ത് കൊടുക്കുവാണ്. സവാളയും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ സവാളയൊന്ന് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എല്ലാം അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം ചേർത്ത് കൊടുക്കുവാണ്. ക്യാരറ്റും മല്ലിച്ചപ്പും പുതിനയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുക്കുവാണ്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. ഒത്തിരി അങ്ങ് മൂത്ത് പോകുമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ മാത്രം മതി കേട്ടോ, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അരി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അരി മുഴുവനായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. അപ്പം ഞാനിത് 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 2.5 ഗ്ലാസ് അരി എടുക്കുമ്പോൾ 4.5 ഗ്ലാസ് വെള്ളം. ശരിക്കും നമ്മൾ നോർമലി വെക്കുകയാണെങ്കിൽ 2.5 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് 5 ഗ്ലാസ് വെള്ളം വേണം കേട്ടോ. അപ്പോൾ ഇത് 2.5 ഗ്ലാസ് അരി എടുത്തുകൊണ്ട് ഞാനൊരു 4.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അത് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഇച്ചിരി മുന്നോട്ടിട്ട് കൊടുക്കണം കേട്ടോ. എപ്പോഴും ചോറൊക്കെ വെന്ത് വരുമ്പോൾ ഉപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പ് മുന്നോട്ടിട്ട് കൊടുക്കണം. എന്നാലാണ് നല്ല ടേസ്റ്റായിട്ടിരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയൊക്കെ വൃത്തിയാക്കി അതിൻ്റെ കൂടെ ലൈം ജ്യൂസും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്കത് ഇളക്കിയൊന്ന് സെറ്റാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരൊറ്റ വിസിൽ മാത്രം മരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് വിസിലെല്ലാം പോയി അതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം ഞാൻ ചോറ് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി ചോറായിട്ട് വന്നിട്ടുണ്ട്. ഒന്നൊന്നേ തൊടാത്ത പോലെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുവാണേ. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നെയ്യും കൂടെ ചേർത്തതിന് ശേഷം നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല അടിപൊളി ചോറായിട്ട് വന്നിട്ടുണ്ട്. ഗീ റൈസ് നമുക്ക് എപ്പോഴും കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടിരിക്കും കേട്ടോ. അപ്പം എല്ലാവർക്കും തന്നെ ഗീ റൈസ് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഇവിടെ
പെട്ടെന്നൊക്കെ കഴിക്കാനായിട്ട് ഗീ റൈസ് വലിയ ഇഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, അടിപൊളിയല്ലേ, കാണാനും നല്ല സൂപ്പറാണ്, കഴിക്കാനും അതേപോലത്തെ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പലപ്പോഴും വീട്ടിലുണ്ടാക്കുന്നതായ ഒരു റെസിപ്പിയാണ് ഗീ റൈസ്. അപ്പം നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും ഇതേപോലെയൊക്കെ ചെയ്യാൻ അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും എൻ്റേതായ ഒരു രീതിയാണ് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി റെസിപ്പിയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കട്ടെ കേട്ടോ. ഈ ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അത് അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ചിക്കൻ കറി ഇല്ലെങ്കിൽ നമുക്ക് മുട്ട റോസ്റ്റ് ആണെങ്കിലും തയ്യാറാക്കി ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരാം. താങ്ക്